നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച OP/IP ഓപ്പറേഷൻ തിയേറ്റർ കെട്ടിടം ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന KJ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി TP, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സജീവ് കുമാർ P, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലളിത ബാലൻ, സുധാ ദിലീപ്, മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CC ഷിബിൻ, അംബിക പള്ളിപ്പുറത്ത്, ജെയ്സൺ പാറേക്കാടൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കുമാർ K റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് സ്വാഗതവും ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസ് MG നന്ദിയും പറഞ്ഞു. ഇന്ന് രാജ്യത്ത് ഏറ്റവും നന്നായി നിറവേറ്റുന്ന ജനതയാണ് കേരളക്കരക്കാർ എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നാം കാണിക്കുന്ന ജാഗ്രത ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരു വർഷം 36-ൽ പരം അവാർഡുകൾ വാരിക്കൂട്ടുന്ന ഒരു വകുപ്പായിട്ട് ആരോഗ്യ വകുപ്പിന് പ്രശോഭിക്കാൻ കഴിയുന്നത്. കോവിഡിൻ്റെ കാലത്തും നിപ പോലുള്ള അധികം പരിചിതമല്ലാത്ത രോഗങ്ങൾ കയറിക്കൂടുന്ന സാഹചര്യത്തിലുമൊക്കെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും വകുപ്പിലെ മറ്റ് ജീവനക്കാരുടെയും എല്ലാം ആത്മാർത്ഥമായ ഇടപെടലുകളോടെ പ്രതിരോധത്തിൻ്റെ അഭിമാനകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ, വലിയ മാതൃക സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ആശുപത്രി ഈ നാടിൻ്റെ ഏറ്റവും വലിയ വികസന ആവശ്യങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഈ തൊട്ടടുത്താണ് ഇരിങ്ങാലക്കുട ആശുപത്രിയിലെ ഡയാലിസിസ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേർന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ആശുപത്രി ഏറെ നാളുകളായി പ്രവർത്തനങ്ങൾ ആലോചിച്ചിരുന്നതും ഈ കാലഘട്ടത്തിൽ വളരെ വേഗം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിച്ചതുമായിട്ടുള്ള OP/IP ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് അത് പൂർത്തിയായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 8 കോടി രൂപയും അതോടൊപ്പം നബാർഡിൻ്റെ 12 കോടി രൂപയും അങ്ങനെ 20 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പുതിയ ബ്ലോക്ക് സാധ്യമായിരിക്കുന്നത്. എല്ലാ ഭിന്നശേഷി വ്യക്തികൾക്കും UDID കാർഡ് വിതരണം ചെയ്യുന്ന ആദ്യ സംസ്ഥാനമായി മാറാനുള്ള ലക്ഷ്യത്തിലാണ് കേരളമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തന്മുദ്ര UDID രജിസ്ട്രേഷൻ ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മാപ്രാണം PK ചാത്തൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാർഡ് കൗൺസിലർ CMC സാനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ KR പ്രദീപൻ, ഡെപ്യൂട്ടി DMO ഡോക്ടർ സുജ്ല, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KP സജീവ്, വയോമിത്രം സ്റ്റേറ്റ് കോർഡിനേറ്റർ റിനീഷ് തിരുവള്ളൂർ എന്നിവർ പങ്കെടുത്തു. കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി വൈവിധ്യപൂർണമായ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ചുകൊണ്ട് ഭിന്നശേഷി ശാക്തീകരണത്തിൻ്റെയും പുനരധിവാസത്തിൻ്റെയും മേഖലയിൽ പുത്തൻ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പ്. ആ ഒരു പ്രയാണത്തിൽ ഏറെ അനിവാര്യമായ ഒരു ചുമതലയാണ് സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുക എന്നുള്ളത്. ഭിന്നശേഷിത്വവുമായി ബന്ധപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഉറപ്പാക്കുന്നതിന് ഇന്ന് അനിവാര്യമായ ഒന്നാണ് UDID കാർഡ്, ഏകീകൃത തിരിച്ചറിയൽ കാർഡ്. ഭിന്നശേഷിക്കാരുടെ സാമൂഹ്യമായിട്ടുള്ള അരികുവൽകൃത അവസ്ഥ നിമിത്തം അവർക്ക് ഈ കാർഡ് രജിസ്റ്റർ ചെയ്യുന്നതിനും പിന്നീട് മെഡിക്കൽ ബോർഡിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനുമെല്ലാം സ്വയം ചെയ്യാനുള്ള
പ്രാപ്തിയിൽ പരിമിതികളുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഇൻറ്റൻസീവ് ക്യാമ്പയിനിലൂടെ സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ഈ കാർഡുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് നാം കണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വികസനോത്സവം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ കൊടിയേറ്റം നിർവഹിച്ചതോടെ വികസനോത്സവത്തിന് തുടക്കമായി. തുടർന്ന് VS അച്യുതാനന്ദൻ സ്മാരക ഹാൾ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും കർഷക പരിശീലന കേന്ദ്രം VR സുനിൽകുമാർ MLAയും നവീകരിച്ച ഫ്രണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപും വൈബ്സ് ഫെസിലിറ്റേഷൻ സെന്റർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മാസ്റ്ററും വായനാശാലകളിലെ ഗാന്ധി ഗുരു അംബേദ്കർ കോർണറുകളുടെ ഉദ്ഘാടനം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ ധർമ്മരാജ് അടാട്ടും ആദര സമ്മേളനം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി M രാജേഷും നിർവഹിച്ചു. എന്നിൽ അർപ്പിതമായ ചുമതല കേരളത്തിന്റെ അഭിമാനമായ മണ്ണിൽ അധ്വാനിക്കുന്ന കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ അതിസാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുന്നതിന് ത്യാഗോജ്വലമായ സമര പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വർഗ സമവാക്യങ്ങൾ മാറ്റിയെഴുതുന്ന പ്രവർത്തനങ്ങൾക്ക് നടുനായകത്വം വഹിച്ച ബഹുമാന്യനായ ശ്രീ VS അച്യുതാനന്ദൻ സഖാവിന്റെ അനുസ്മരണാർത്ഥമുള്ള ഒരു മനോഹരമായ ഹോള് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. അത് സാങ്കേതികമായി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേരിലുള്ള അതിമനോഹരമായ ഹോൾ നിങ്ങളെ എല്ലാവരെയും പ്രതിനിധാനം ചെയ്ത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. ഇരിങ്ങാലക്കുട അയ്യങ്കാളി സ്ക്വയറിൽ സ്ഥാപിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ ശിലാഫലകം മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അനാച്ഛാദനം ചെയ്തു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, ജെയ്സൺ പാറേക്കാടൻ, അംബിക പള്ളിപ്പുറത്ത്, മുനിസിപ്പൽ സെക്രട്ടറി ഷാജിക് MH, മുനിസിപ്പൽ എഞ്ചിനീയർ സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ച ഒരു മഹാപുരുഷൻ തന്നെയായിരുന്നു നമ്മുടെ അയ്യങ്കാളി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യകാലങ്ങളിൽ ദളിത് വംശജർക്ക് വിദ്യാഭ്യാസത്തിനോ അതേപോലെ പുറത്തിറങ്ങി സഞ്ചരിക്കാനോ അവകാശങ്ങളുണ്ടായിരുന്നില്ല. അതെല്ലാം നേടിയെടുത്തത് ശ്രീ അയ്യങ്കാളിയുടെ സമയത്ത് തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി കാഴ്ചവെക്കുകയും ആ ദളിത് സംഘടനയെ ജനങ്ങളുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മഹാസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികളും അതുപോലെ ഓർമ്മയെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ അയ്യങ്കാളി സ്ക്വയർ ഉദ്ഘാടനം ചെയ്ത് ഇരിങ്ങാലക്കുട ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ സ്ഥാപിച്ച MCFന്റെയും വിൻഡ്രോ കമ്പോസ്റ്റിന്റെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് നിർവഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, അംബിക പള്ളിപ്പുറത്ത്, അഡ്വക്കേറ്റ് ജിഷ ജോബി, മുനിസിപ്പൽ സെക്രട്ടറി MH ഷാജിക് എന്നിവർ പങ്കെടുത്തു. നമ്മൾ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ ഹിൽ പാർക്കിൽ MCF 4ാമത്തെ MCF ആണ് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. 3 വേറെ സ്ഥലങ്ങളിലും ഇത് നമ്മുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലുമാണ് വെച്ചിരിക്കുന്നത്. ഈ MCFന് നമ്മുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 97 ലക്ഷമാണ് നമ്മൾ ഈ MCFനായിട്ടും അതുപോലെ വിൻഡ്രോ കമ്പോസ്റ്റിൻ്റെ എക്സ്ട്രാ ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റൻഷനും കൂടിയാണ് ഇതോടൊപ്പം നടന്നത്. അപ്പോൾ വളരെ അജൈവ മാലിന്യങ്ങൾ നമുക്ക് എല്ലാം ശേഖരിച്ച് വയ്ക്കുന്നതിനുള്ള ഒരു ഏരിയയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഒത്തിരിയേറെ സൗകര്യങ്ങളായി. നമ്മുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാകും പണ്ടത്തെ പോലെയുള്ള മാലിന്യങ്ങളൊന്നും നമ്മൾ ഇവിടെ കുന്നുകൂട്ടിയിട്ടില്ല. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.